ഈടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ നിധിയെ സാന്ദ്ര വിളിക്കുകയാണ്. സാന്ദ്ര വിളിച്ചിട്ട് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്, അപ്പം നിന്നെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായി. നിധി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ സാന്ദ്രേച്ചി എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സാന്ദ്ര പറഞ്ഞു, അത് വേണ്ട, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നോളാം എന്നൊക്കെ പറയുക. അപ്പോഴേക്കും നിധിക്ക് ടെൻഷനായി. ഇങ്ങോട്ടേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ഈ വീടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സാന്ദ്രേച്ചിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ളൊരു വീട്ടിലാണോ താൻ കഴിയണേ എന്നൊക്കെ ചിലപ്പോൾ സാന്ദ്രേച്ചി ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് നിധി പറഞ്ഞു, വേണ്ട ചേച്ചി, ചേച്ചിക്ക് ബുദ്ധിമുട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നേ, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറഞ്ഞു. പക്ഷെ സാന്ദ്ര സമ്മതിച്ചില്ല. സാന്ദ്ര പറഞ്ഞു, വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം, നീ ഇനി ബുദ്ധിമുട്ടി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നികേഷ് വന്നിട്ട് കാര്യം തിരക്കുവാണ്. അപ്പോഴേക്കും നികേഷിനോട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിധി പറഞ്ഞു, ഇങ്ങനെ സാന്ദ്രയിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നീ പോയി എന്തേലും സ്വീറ്റ്സും ജ്യൂസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വാ, ഞാൻ അപ്പത്തിന് ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വൃത്തിയാക്കിയിടാം, എന്നിട്ട് ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. സാരമില്ലടാ, ഞാൻ വൃത്തിയാക്കിക്കോളാന്ന് പറഞ്ഞു. നികേഷ് പെട്ടെന്ന് പോകാൻ ഇറങ്ങുമ്പോഴത്തേനും കുറച്ച് പൈസ എടുത്ത് കൊടുത്തു. നികേഷിൻ്റെ കയ്യിൽ ജ്യൂസും അതുപോലെ തന്നെ സ്വീറ്റ്സും ഒക്കെ വാങ്ങിക്കാനുള്ളത്. പക്ഷെ നികേഷ് അത് വാങ്ങിയില്ല. ആ സമയം നിധിയെ നിർബന്ധിച്ച് കൊടുക്കുകയാണ്. എടാ, ഇത് പിടിക്കുക, ഈ പൈസ ഇല്ല, നീ പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നേ, നിനക്ക് ആരെങ്കിലും വെറുതെ തരുമോ? എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നികേഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നിധിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായിട്ട്. പക്ഷെ നിധി സമ്മതിച്ചല്ല, നിർബന്ധിച്ച് കൊടുക്കുകയും ചെയ്തു. പിന്നെ നികേഷ് പെട്ടെന്ന് തന്നെ പോയിട്ട് തിരികെ വന്നു. അപ്പോഴേക്കും നിധി എന്ത് ചെയ്തു, അവിടെയൊക്കെ അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വീടൊക്കെ വൃത്തിയാക്കി ഇടുകയാണ്. ഒരുമാതിരി എല്ലാം തൂത്ത് തുടച്ചെല്ലാം വൃത്തിയാക്കി ഇട്ടു. എത്ര തൂത്ത് തുടച്ചെന്ന് പറഞ്ഞാലും ചുവരെല്ലാം പൊട്ടിപ്പൊളഞ്ഞു, അങ്ങനെയൊക്കെയല്ലേ ഇരിക്കുന്നേ. നിധിക്കറിയാം സാന്ദ്രയിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു ഈ വീട് കണ്ടു കഴിയുമ്പോഴത്തേനും. പക്ഷെ എന്നാലും നിധി അത് കാര്യമാക്കാനേ പോയില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും നികേഷും നിധിയും കൂടിയിട്ട് വീടൊക്കെ വൃത്തിയാക്കി വെച്ചു. പിന്നീട് നികേഷ് സുധീഷിനെ വിളിക്കുകയാണ്. സുധീഷിനെ വിളിച്ചിട്ട് നിധിയുടെ ഏട്ടത്തിയമ്മ വരുന്നുണ്ടെന്നുള്ള കാര്യം പറയാണ്. അത് കേട്ടപ്പോൾ നികേഷ് ചോദിച്ചു, അല്ല, അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ചോദിച്ചു, ഇതെന്താ പെട്ടെന്ന് വരണേന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഇവിടെ എവിടെയോ വന്നു കഴിഞ്ഞപ്പോൾ വന്നാന്ന് പറഞ്ഞു. ശരി, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സുഭാഷിനെ ഹരീഷിനെ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്. സുഭാഷ് ഒരു നല്ല കാര്യമല്ലേ, വരട്ടേടാന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ വീട്ടിലേക്കെന്ന് പറയുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അപ്പം നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊന്നും സാരമില്ലടാ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവർക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ വന്നിട്ട് പോട്ടെ. അങ്ങനെ സുഭാഷ് പറയണം. ശരി, സുഭാഷ് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാൻ പണി സൈറ്റിലാണല്ലോ, വരാൻ പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ എത്തിയേക്കാന്നൊക്കെ സുഭാഷും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷും വീട്ടിലേക്ക് വന്നു. സുധീഷും കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചോണ്ടാണ് വരുന്നത്. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം സാന്ദ്ര കാറിനാണ് വന്നത്, ഡ്രൈവർ വേറെയായിരുന്നു. അപ്പോൾ സാന്ദ്ര വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ഭയങ്കര സന്തോഷമായി. നിധി ഓടിച്ചെന്ന് ചേച്ചിനെ സാന്ദ്രേച്ചി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. സാന്ദ്രയ്ക്ക് സന്തോഷമായി നിധിയെ കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേങ്കിൽ ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സാന്ദ്രയ്ക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. സാന്ദ്രയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. സാന്ദ്ര ആ വീടും ചുറ്റുപാടും ഇങ്ങനെ അവിടെ നിന്ന് മുറ്റത്ത് തന്നെ നോക്കുകയാണ്. വീടിനകത്തേക്ക് പോലും കയറിയില്ല. അത് കണ്ടു കഴിഞ്ഞപ്പം നികേഷ് സുധീഷിനെ ഒന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ബാ അകത്തേക്ക് വാ ചേച്ചി എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, അല്ല ചേച്ചി, സാന്ദ്രേച്ചി എന്താ അവിടെ നിൽക്കുന്നത്, അകത്തേക്ക് കയറുന്നില്ലേ? അല്ല, സുധീഷിനെ അറിയാവുന്നല്ലേ, ഇത് നികേഷ്, സുധീഷിൻ്റെ അനുജന, അന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അല്ല, അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര പറഞ്ഞു, അതെ കണ്ടായിരുന്നൊക്കെ പറഞ്ഞു, ഒന്ന് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സുധീഷ് ഒരു കസാരയെ കൊണ്ട് ഇട്ട് കൊടുത്തു. പിന്നീട് സാന്ദ്ര കസലിലിരുന്നിട്ട് സാന്ദ്ര ചുറ്റും നോക്കുവാണ്, അവിടെയൊക്കെ നോക്കുവാണ്. പറ്റാവുന്ന രീതി നല്ല ക്ലീൻ ആക്കി ഇട്ടുണ്ടായിരുന്നു നിധിയും നികേഷും ഒക്കെ ചേർന്നിട്ട്. അങ്ങനെ വീടൊക്കെ നോക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം സാന്ദ്രേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലായി. ഇങ്ങനൊരു വീടോ, ഇവിടെയാണോ നീ കഴിയണേ എന്നൊരു നോട്ടം കാര്യങ്ങളൊക്കെ സാന്ദ്രയുടെ മുഖത്തുണ്ടായിരുന്നു. നിധിക്കത് മനസ്സിലാവുകയും ചെയ്തു. ദൈവമേ, സാന്ദ്രേച്ചി ഒന്നും പറയരുതേ ഇവരുടെ മുന്നിൽ വെച്ച എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു നിധിയുടെ മനസ്സിൽ. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, അതെ ചേച്ചിക്ക് കൊണ്ട് ജ്യൂസൊക്കെ കുടിക്കാൻ കൊടുക്കുക, സ്വീറ്റ്സൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും സാന്ദ്ര പറഞ്ഞു, ഇപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മതി. അല്ല, ഇവിടെ ബാത്റൂം എവിടെയാ, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതെന്താ, വരാൻ പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാണ് നിധി അങ്ങോട്ടേക്ക്. ഈ സമയത്ത് സുധീഷ് നികേഷിനോട് ചോദിച്ചു, എടാ ബാത്റൂമൊക്കെ ക്ലീൻ ആണോന്ന് ചോദിച്ചു. അയ്യോ, ആ കാര്യം ഞാൻ
മറന്നുപോയി നോക്കാനായിട്ട്. ഇവിടെയെല്ലാം ക്ലീൻ ആക്കണ സമയത്ത് ബാത്റൂം നോക്കാൻ മറന്നുപോയി. രാവിലെ ഞാൻ കയറിയതിന് ശേഷം അച്ഛൻ കയറിയിട്ടുണ്ടായിരുന്നു തോന്നിയെന്ന് പറഞ്ഞു. ദൈവമേ, എന്നാ പെട്ടത് തന്നെ എന്ന് സുധീഷ് പറഞ്ഞു. കാരണം ഭാസ്കരൻ്റെ സ്വഭാവം അവർക്കൊക്കെ അറിയാം. ഭാസ്കരൻ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല നേരെ വെള്ളമൊന്നും ഒഴിക്കാതെ ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. അതുപോലെ തന്നെ കുളിക്കാനൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഡ്രസ്സൊക്കെ അവിടെ ഊരി പറിച്ചിട്ടിട്ട് ഇറങ്ങിപ്പോരത്തുള്ളൂ. ഒന്നും എടുത്തോണ്ടൊന്നും വെക്കത്തൊന്നുമില്ല. അതിനെപ്പോഴും സുധീഷൊക്കെ വഴക്ക് പറയണ. എത്ര വഴക്ക് പറയുന്നത് പറഞ്ഞാലും ഭാസ്കരൻ അത് അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യത്തുള്ളൂ. ഭാസ്കരൻ അത് മൈൻഡ് പോലും ചെയ്യാറുമില്ല. ഒടുവിൽ സാന്ദ്ര ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അകത്ത് കയറിയിട്ട് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുവാണ്. അപ്പോഴേക്കും നിധി ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല, ഓക്കാനിക്കുവാണ്. അപ്പോഴേക്കും നിധിക്ക് കാര്യം മനസ്സിലായി. നിധി പെട്ടെന്ന് ഓർത്ത് അയ്യോ ബാത്റൂം ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു, ധൃതിക്കിടെ അത് മാത്രം മറന്നുപോയി. നിധി പറഞ്ഞു ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം തന്നെ ഇത് ക്ലീൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് സുധീഷ് വന്നിട്ട് പറഞ്ഞു വേണ്ട വേണ്ട, നീ ക്ലീൻ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ദേ ഒരു 5 മിനിറ്റ്, ഇപ്പം തന്നെ ഞാനിത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം കയറിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് അകത്തേക്ക് കയറി. സുധീഷ് അകത്ത് കയറിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ ഇട്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം അതിനകത്ത് പറിച്ചിട്ടിരിക്കുക. ഇന്നോവെയർ ആയതും എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിനേക്കാൾ ഉപരി ശരിക്കും വെള്ളം പോലും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. യൂറിൻ പാസ് ചെയ്തിട്ട് ശരിക്കും വെള്ളം ഒഴിക്കുന്ന സ്വഭാവമൊന്നും ഭാസ്കരനില്ല. അപ്പോൾ അത് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാന്ദ്ര ബാത്റൂമിൽ കയറി വഴി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. സുധീഷിന് ദേഷ്യം വന്നു. അങ്ങാരോട് എത്ര പറഞ്ഞാലും തല്ലിരിക്ക് കയറത്തില്ല. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ സ്വയം പെറുവിറുക്കുവാണ്. ആ സമയത്ത് നിധി പറഞ്ഞു സോറി കേട്ടോ സാന്ദ്ര ചേച്ചി, ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് കയറിക്കോ, ഇപ്പം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സാന്ദ്ര പറഞ്ഞു വേണ്ട സാരമില്ല, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു ചേച്ചി കയറിക്കോളാൻ പറഞ്ഞു. സാരമില്ല നിധി, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് സാന്ദ്ര പിന്നീട് ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു അല്ല ചേച്ചി ജ്യൂസ് കുടിച്ചില്ലോ. സാരമില്ല ഞാൻ കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ സാന്ദ്രയുടെ മുഖത്തെ ആ ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ നിധിക്ക് മനസ്സിലായി. നിധി പെട്ടെന്ന് പറഞ്ഞു അത് ഒരു കാര്യം ചെയ്യാം, ചേച്ചി മുറിയിലേക്ക് പോവാ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാണ്. ആ സമയത്ത് നികേഷ് ചോദിച്ചു സുധീഷേട്ടാ ബാത്റൂം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. ഒന്നും പറയണ്ട, അച്ഛനല്ലേ കയറിയാള്, പിന്നെ ഈ പറയത്തൊക്കെ ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് സ്മെല്ലുണ്ടായിരുന്നു, അത്രയൊക്കെ തന്നെ, അത്യാവശ്യം വേണേൽ കയറാം. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു അവരൊക്കെ വലിയ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ സുധീഷേട്ടാ, നമ്മുടെ ഇതുപോലത്തെ ഒരു ബാത്റൂം പോലും കണ്ടിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറഞ്ഞു. ആ സമയം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു സോറി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സാന്ദ്ര ചോദിച്ചു എന്തിന്? അല്ല ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് മറന്നു പോയതാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സാന്ദ്രയ്ക്കാണ് സങ്കടവും ദേഷ്യം വന്നു. സാന്ദ്ര പെട്ടെന്ന് കരയുവാണ്. എന്നിട്ട് ചോദിച്ചു നീ ഇങ്ങോട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വന്നാണോ? എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ചും കിടക്കണേ? അതിന് നിങ്ങൾ തമ്മിലുള്ള വിവാഹം അങ്ങനെ പ്രണയവിവാഹമൊന്നും ആയിരുന്നില്ലോ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടുന്ന് പാക്ക് ചെയ്തോ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, അങ്ങോട്ടേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞേ അതൊന്നും ശരിയാകത്തില്ല സാന്ദ്രേച്ചി, നീ എന്താ നിധി ഇങ്ങനെ പറയണേ? നിനക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയുന്നു? എനിക്ക് പോലും ഒരു മണിക്കൂർ സമയം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ നീ 3-4 മാസമായിട്ട് എങ്ങനെ ഇവിടെ നിൽക്കുന്നു? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും നിധി പറഞ്ഞു അതെ ഇപ്പം എനിക്കിതൊക്കെ ശീലമായി, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് പ്രശ്നം കാണത്തില്ല, ഉണ്ടെങ്കിലും നീ പറയത്തില്ലോ. വേണ്ട, ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, എത്രയും പെട്ടെന്ന് തന്നെ നീ ഒരു കാര്യം ചെയ്യണം, ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷും കുറേ സീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ചോദിച്ചു എന്തിയാടാ? നിധിയുടെ ഏടത്തി വന്നിട്ട് എന്തിയെന്ന് ചോദിച്ചു. മുറിയിലുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു, കൂടെ നികേഷും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് സുഭാഷ് പറഞ്ഞു അയ്യോ നിങ്ങൾ ശല്യം ചെയ്തോ, ഞാൻ കുറച്ച് സീറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് തരാൻ വേണ്ടി വന്നാ. നികേഷിനോട് പറഞ്ഞു പോയി പ്ലേറ്റ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. നികേഷ് പോയി പ്ലേറ്റ് എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പെട്ടെന്ന് എന്ത് ചെയ്തു, തൻ്റെ തോളത്ത് കിടന്ന് തോർത്തെടുത്തിട്ട് ആ പ്ലേറ്റിലേക്കൊന്ന് തുടച്ചിട്ട് അതിനകത്തേക്ക് സീറ്റ്സൊക്കെ എടുത്ത് വെക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഇതായിപ്പോയി സാന്ദ്രയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. നിധിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിധിക്ക് മനസ്സിലായി, പക്ഷെ നിധിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് സുഭാഷ് പറഞ്ഞ് കഴിക്കാനും പറഞ്ഞ് സാന്ദ്രയ്ക്ക് കൊടുത്തു. സാന്ദ്ര അത് മേടിച്ചു വെച്ചു. പിന്നീട് സുഭാഷ് നികേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ബാടാ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം, അവർ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്രയുടെ നിധി പറഞ്ഞു അതെ കഴിക്കരുതി, എന്നെ കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സാന്ദ്ര പറഞ്ഞു അതെ എനിക്ക് വേണ്ട, ഞാൻ എന്താണെങ്കിലും കഴിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഈ വീട്ടിൽ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല, കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നിധി പറഞ്ഞു അത് പിന്നെ എടുത്തി നീ കൂടുതലൊന്നും പറയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന്
വീട് മാറാനുള്ള പണി നോക്കണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നേക്കരുത്. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സാന്ദ്ര പോവാനായിട്ട് ഇറങ്ങി. സാന്ദ്ര ഇറങ്ങുന്ന സമയത്ത് സുധീഷിനെ വിളിച്ചു. എല്ലാവരുടെയും യാത്ര പറഞ്ഞപ്പോൾ സുധീഷിനെ വിളിച്ചിട്ട് മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ നമ്മളുടെ വിവാഹം നടന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പ്രേമിച്ച് വിവാഹം കഴിച്ചൊന്നും അല്ലല്ലോ. പിന്നെ നിധി അവിടെ എങ്ങനെയാണ് കഴിഞ്ഞെന്നുള്ള കാര്യം സുധീഷിന് നന്നായിട്ടറിയാം. ഒരാഴ്ചക്കാലം സുധീഷ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണ, അവളുടെ ഭാവി നശിപ്പിച്ച് കളയരുത്. അവൾക്ക് നല്ലൊരു ഭാവി ഉള്ളതാ. ഇങ്ങനൊരു വീട്ടിൽ വന്ന് അവൾ എങ്ങനെ കഴിയണമെന്ന് പോലും എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അവളെ ഇവിടെ പിടിച്ചു നിർത്തരുത്. അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചോളാം. അവൾ അവിടെ ഒന്ന് താമസിച്ചോട്ടെ, അവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ. പക്ഷേങ്കിൽ അവളെ ഇവിടെ പിടിച്ചു വെക്കരുതെന്നൊക്കെ പറഞ്ഞൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് സാന്ദ്ര അങ്ങോട്ട് പോയി. നിധിക്കും ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷേ സുധീഷ് ഒരു കാര്യം തീരുമാനിച്ചു. കാരണം നിധിയുടെ വിട്ട് ഇത്ര സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ. ഒരു പക്ഷേ തൻ്റെ കൂടെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവൾ നല്ല രീതിയിൽ ജീവിക്കേണ്ടതായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അവൾക്ക് വേണ്ടുന്ന സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഒരുക്കി കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ബാത്റൂമെങ്കിലും നല്ല രീതിയിൽ പണിത് കൊടുക്കണം. ഇനിയിപ്പോൾ ആൾക്കാരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മൂക്ക് പൊത്തിക്കൊണ്ട് പോകാൻ ഇടയാവരുത്. അവളുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.